ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ അല്പസമയത്തെ ധ്യാന തിരുവചനമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം നാം കാണുന്നു: സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. ഇത് പഴയ നിയമത്തിലെ ഒരു ചരിത്രപരമായ മുന്നറിയിപ്പ് മാത്രമല്ല, ഇന്നും സഭയ്ക്കും വിശ്വാസികൾക്കും ഒരുപോലെ ബാധകമായ ഒരു ദൈവിക ആഹ്വാനമാണ്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ സത്യത്തേക്കാൾ അഭിപ്രായങ്ങൾക്കും വെളിപ്പെടുത്തലുകളേക്കാൾ വികാരങ്ങൾക്കും ദൈവവചനത്തേക്കാൾ വ്യക്തിപരമായ ചിന്തകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യം വളർന്നു വരുന്നു. ഇത്തരം കാലഘട്ടത്തിൽ യെഹെസ്കേലിൻ്റെ ഈ മുന്നറിയിപ്പ് വീണ്ടും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. ഒരു പ്രവാചകന്റെ ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു പ്രവാചകൻ എന്നത് ഭാവി പറയുന്ന ഒരാൾ മാത്രമല്ല, ദൈവം പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ. അവൻ ജനങ്ങളുടെ ശബ്ദം ദൈവത്തോട് പറയുന്നവനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പ്രവാചകത്വം ഒരു വലിയ ഉത്തരവാദിത്വമായിരിക്കുന്നത്. പ്രവാചകൻ തൻ്റെ അഭിപ്രായം പറയുവാൻ വിളിക്കപ്പെട്ടവനല്ല, ദൈവം പറയുന്നത് മാത്രം പറയുവാൻ വിളിക്കപ്പെട്ടവനാണ്. എന്നാൽ വ്യാജ പ്രവാചകത്തിൻ്റെ ആരംഭം ആ കാലത്ത് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇത്ര ശക്തമായി അയ്യോ കഷ്ടം എന്ന് പറയുന്നത്? കാരണം വ്യാജ പ്രവാചകത്വം ആത്മാക്കളെ നശിപ്പിക്കുന്നു. ജനങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോകുന്നു. അവർ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടാതെ ആത്മവഞ്ചനയിലേക്ക് നയിക്കപ്പെടുന്നു. യെഹെസ്കേലിൻ്റെ കാലത്ത് ചില പ്രവാചകന്മാരുണ്ടായിരുന്നു. അവർ ദൈവം പറയാത്ത കാര്യങ്ങൾ ദൈവം പറഞ്ഞതായി പ്രസംഗിച്ചു. സമാധാനമില്ലാത്തപ്പോൾ പോലും അവർ പറഞ്ഞു സമാധാനമുണ്ട്. ദൈവം മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവർ പറഞ്ഞു ഭയപ്പെടേണ്ട. ഇതാണ് വ്യാജ പ്രവാചകത്വം, സ്വന്തം മനസ്സിനെ പിന്തുടരുന്നവർ. ഈ വാക്കുകൾ വളരെ ഗൗരവമുള്ളതാണ്. ഒരു ശുശ്രൂഷകനും ഒരു പ്രസംഗകനും ഒരു വിശ്വാസിക്കും സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്. ദൈവഹിതം അന്വേഷിക്കുന്നതിന് പകരം സ്വന്തം ഇഷ്ടം അന്വേഷിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കുന്നതിന് പകരം സ്വന്തം ചിന്തകൾ പ്രചരിപ്പിക്കുക. ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിന് പകരം സ്വന്തം വികാരങ്ങളെ വിശുദ്ധമെന്ന് പ്രഖ്യാപിക്കുക. ഇതാണ് ആത്മീയ വഞ്ചനയുടെ തുടക്കം. ഇവിടെയാണ് സഭയുടെ ജ്ഞാനം. നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: സ്വകാര്യ വെളിപ്പെടുത്തലുകളേക്കാൾ സഭയുടെ വിശ്വാസ പാരമ്പര്യമാണ് സുരക്ഷിതം. കാരണം ഒരാളുടെ മനസ്സ് ഏതു സമയത്തും അത് തെറ്റിപ്പോകാം. പക്ഷേ പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭ സത്യത്തിൽ നിലനിൽക്കും. അതിനാലാണ് വിശുദ്ധ പിതാക്കന്മാർ നിരന്തരം മുന്നറിയിപ്പ് നൽകിയത്: വചനമില്ലാത്ത ആത്മീയത അപകടകരമാണ്. വ്യാജ ആത്മീയതയുടെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, വ്യാജ ആത്മീയതയ്ക്ക് ചില അടയാളങ്ങളുണ്ട്. ഒന്നാമത് അഹങ്കാരം, രണ്ടാമത് അനുസരണക്കേട്, മൂന്നാമത് സഭയേക്കാൾ സ്വയം ഉയർത്തുന്നത്, നാലാമത് തിരുവചനത്തെ സ്വന്തം ആവശ്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്നത്, അഞ്ചാമത്
ജനപ്രീതിക്കു വേണ്ടി സത്യം മറച്ചു വയ്ക്കുന്നത്. ഇവയൊക്കെ യെഹെസ്കേലിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇവയൊക്കെ തന്നെ നിലനിന്നു പോരുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്തു നൽകുന്ന മുന്നറിയിപ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷത്തിൽ വരും, പക്ഷേ ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും. ഇതൊരു ഭാവി പ്രവചനമല്ല, ഇത് സഭയുടെ മുഴുവൻ ചരിത്രത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ വിശ്വാസികളായ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് ചെയ്യുവാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാ ആത്മാക്കളെയും പരിശോധിക്കുക. എല്ലാ പ്രസംഗവും അന്ധമായി വിശ്വസിക്കരുത്. എല്ലാ വെളിപ്പെടുത്തലുകളും ദൈവത്തിൽ നിന്നാണെന്ന് നാം ഒരിക്കലും കരുതരുത്. തിരുവചനം പരിശോധിക്കുക, സഭയുടെ ഉപദേശം പരിശോധിക്കുക, വിശുദ്ധന്മാരുടെ ജീവിതം പരിശോധിക്കുക. അപ്പോൾ സത്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. സഭയിലെ വിശുദ്ധന്മാർ ഒരിക്കലും സ്വയം ഉയർത്തിയിട്ടില്ല. അവർ പറഞ്ഞത് ഞാനല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും കാരണഭൂതൻ. അവരുടെ മഹത്വം അത്ഭുതങ്ങളിലല്ല, വിനയത്തിലായിരുന്നു, അനുസരണത്തിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു, ക്രൂശ് വഹിക്കുന്നതിലായിരുന്നു. ആത്മീയ വിവേചനത്തിൻ്റെ ആവശ്യം ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ദാനം ആത്മീയ വിവേചനമാണ്. സത്യമെന്ത്, തെറ്റെന്ത്, ദൈവത്തിൻ്റെ ശബ്ദമെന്ത്, മനുഷ്യൻ്റെ ശബ്ദമേത്, ഇത് തിരിച്ചറിയുവാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ വിവേചനം ഇല്ലെങ്കിൽ വിശ്വാസി എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു ആത്മപരിശോധന നടത്താം. ഈ വചനത്തെ കേൾക്കുമ്പോൾ നാം മറ്റുള്ളവരെ മാത്രം നോക്കരുത്. സ്വയം പരിശോധിക്കണം. ഞാൻ ദൈവഹിതമാണോ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമാണോ? ഞാൻ സത്യത്തെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളെ മാത്രമാണോ ഞാൻ സ്വീകരിക്കുന്നത്? ഞാൻ സഭയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ശബ്ദം മാത്രമാണോ ഞാൻ പിന്തുടരുന്നത്? പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകൾ ദൈവമുൻപാകെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യം ഇന്ന് നമ്മെ വിളിക്കുന്നത് ഭയത്തിലേക്കല്ല, അതൊരു സത്യത്തിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക്, സ്വന്തം ചിന്തകളിൽ നിന്ന് ദൈവഹിതത്തിലേക്ക്, ആത്മവഞ്ചനയിൽ നിന്ന് ആത്മീയ വിവേചനത്തിലേക്ക്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാനും സഭയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും വ്യാജ വെളിപ്പെടുത്തലുകളിൽ നിന്ന് കാത്ത് സൂക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവേ, സത്യത്തിൻ്റെ വഴിയിൽ ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ നിന്റെ ഹിതത്തിന് വിധേയമാക്കണമേ. വ്യാജ ഉപദേശങ്ങളിൽ നിന്നും ആത്മീയ വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സഭയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.